ദേവാസുര യുദ്ധം ഒരുപാട് നടന്നു. ഈ നടന്ന യുദ്ധങ്ങളിലൊക്കെ ദേവന്മാർക്ക് കനത്ത പരാജയം ഉണ്ടായി. എടുത്ത് രൂപപ്പെടുത്തി ഒരു വലിയ മഹാശക്തിയായി മാറിയതാണ് ആദിപരാശക്തി. 18 കൈകളാണ് അമ്മയ്ക്കുള്ളത്. ആ ചിന്താമണി ഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് തനി തങ്കം കൊണ്ടാണ്. ഏറ്റവും വില കൂടിയ നാഗരത്നങ്ങൾ പോലുള്ള രത്നങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അമ്മ കിടക്കുന്ന മഞ്ചം. സകല ദേവന്മാർക്കും ഉപരിയായ ശക്തിപ്രഭാവമുള്ള പരബ്രഹ്മ സ്വരൂപനാണ് മഹാദേവൻ. ആ മഹാദേവൻ പോലും അമ്മയെ കണ്ട് അനുഗ്രഹം നേടിയതിന് ശേഷം പോകാൻ സമയത്ത് മണിദ്വീപം എന്ന് പറയുന്ന പ്രദേശം വിട്ടു കഴിയുമ്പോൾ പഴയ രീതിയിൽ അവർ പുരുഷന്മാരാകും. അതിൽ നിന്ന് ഗായത്രി രൂപപ്പെട്ടു. ഗായത്രിയിൽ നിന്ന് സാവിത്രി വന്നു. സാവിത്രിയിൽ നിന്നാണ് കാമമില്ലെങ്കിൽ സൃഷ്ടിയില്ല. ഭഗവാൻ തൃക്കണ്ണ് 3-ാം കണ്ണെന്ന് തുറന്നു. കാമദേവൻ ചാരമായി തീർന്നപ്പോൾ അതിൻ്റെ ദോഷം മുഴുവൻ സംഭവിച്ചത് ത്രിലോകങ്ങളിലാണ്. ലോകത്തെയോ ഇത്രയും വലിയ തപസ് ഭഗവാനെ കിട്ടാൻ വേണ്ടി തപസ് ചെയ്തെന്ന് പറഞ്ഞാൽ പാർവതിക്കല്ലാതെ മഹാദേവന് മാത്രമേ അച്ഛനും അമ്മയും ഇല്ലാതെ ഉള്ളൂ, അല്ലേ? അപ്പം ആ അമ്മ തന്നെയല്ലേ പത്നിയായി വന്നത്. ഭഗവാൻ ഉണർന്നാൽ ലോകത്തിന് ഹിതമാണ്. ലോകം മുഴുവൻ ഐശ്വര്യ സമ്പന്നമാകും, ജീവജാലങ്ങളെല്ലാം സംതൃപ്തരാകും. പാർവതി ദേവി ഭഗവാനെ നിരന്തരം പ്രേരിപ്പിച്ചാണ് കാമദേവനെ പുനർജനിപ്പിച്ചത്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നവരാത്രിയുമായി ബന്ധപ്പെട്ട കഥകൾ പറഞ്ഞു തരാനും ദേവീ മഹാത്മ്യം പറഞ്ഞു തരാനും നമ്മളോടൊപ്പം ഉള്ളത് സ്വാമി അദ്വൈതാനന്ദപുരി സ്വാമിയാണ്. സ്വാമി നമസ്കാരം. നമസ്തേ സ്വാമി, പലപ്പോഴും പല ഈ നവാഹ സപ്താഹ യജ്ഞങ്ങൾ ചെയ്യുന്ന ആചാര്യന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ശിവപുരാണം, ദേവി ഭാഗവതം ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്യുമ്പോൾ അങ്ങ് എഴുതിയ പല പുസ്തകങ്ങളുമാണ് റെഫർ ചെയ്യുന്നതെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ നവരാത്രി ദിനങ്ങളിൽ ദേവീ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും യോഗ്യനായി തോന്നിയത് അങ്ങയാണ്. അങ്ങ് ഈ നവരാത്രിയുടെ പ്രാധാന്യം, അവിടെ ദേവിയെ പൂജ ചെയ്താൽ ഭക്തർക്ക് ലഭിക്കുന്ന ആനന്ദം, അതിൻ്റെ ഗുണങ്ങൾ ഒന്ന് വിശദീകരിച്ചു തരാമോ? പരാശക്തിയായ ദേവിക്ക് അനന്തകോടി ഭാവങ്ങളാണുള്ളത്. 33 കോടി ദേവതകളെ, അവരുടെ ശക്തിയെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ, അല്ല അതിനെക്കുറിച്ചൊന്ന് ഒരു അവലോകനം നടത്താൻ ശ്രമിച്ചാൽ, 14 ലോകവും, അതായത് അണ്ടകടാകങ്ങളിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഗംഭീരമായ ശക്തി എന്ന് പറയുന്നത് അമ്മയ്ക്കാണ്. അതിന് കാരണം 33 കോടി ദേവതകളുടെ ചൈതന്യത്തിൽ നിന്ന് അല്പാംശമായി എടുത്തെടുത്ത് എല്ലാ ദേവതമാരുടെയും പ്രഭാവം ഒരുമിച്ച് രൂപപ്പെടുത്തി. അതാണ് ദേവി. ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പുരാണങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. എല്ലാ ദേവന്മാരും, യമദേവൻ പോലും ദേവിക്ക് ആയുധം കൊടുത്തിട്ടുണ്ട്. എല്ലാ ദേവതമാരും. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവാസുര യുദ്ധം ഒരുപാട് നടന്നു. ഈ നടന്ന യുദ്ധങ്ങളിലൊക്കെ ദേവന്മാർക്ക് കനത്ത പരാജയം ഉണ്ടായി. അസുരന്മാരോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ എങ്ങനെ തങ്ങൾക്കിനി നിലനിൽക്കാമെന്നുള്ളതിനെക്കുറിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരോടൊത്ത് ഇന്ദ്രാദി ദേവന്മാർ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് എല്ലാ ദേവന്മാരിൽ നിന്നും ശക്തി കുറേശ്ശെ എടുത്ത് ഒരു ദേവിയെ സൃഷ്ടിക്കുക. അങ്ങനെ വന്നാൽ ആ അമ്മയെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു അസുരനും കഴിയില്ല എന്ന ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ മഹാദേവൻ തൻ്റെ ശക്തി കൊടുത്തു, മഹാവിഷ്ണു കൊടുത്തു, ബ്രഹ്മാവ് കൊടുത്തു. അങ്ങനെ സകല ദേവീദേവന്മാരും, അതാണ് ഞാൻ പറഞ്ഞ 33 കോടി ദേവതകളും അവരുടെ ശക്തിയിൽ നിന്ന് കുറേശ്ശെ എടുത്ത് രൂപപ്പെടുത്തി ഒരു വലിയ മഹാശക്തിയായി മാറിയതാണ് ആദിപരാശക്തി. അതാണ് ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത്. ഇത് കറക്റ്റായ കൺസെപ്റ്റുമാണ്. കാരണം വേദങ്ങളും ഉപനിഷത്തുകളും പരിശോധിച്ചാൽ, വേദോപനിഷത്തുകൾ മുഴുവനും അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം, അവിടെ പ്രബല ശക്തിയായി പരാമർശിക്കപ്പെടുന്നത് ദേവി തന്നെ, ആദിപരാശക്തി. അപ്പോൾ 18 കൈകളാണ് അമ്മയ്ക്കുള്ളത്. ഈ 18 കൈകളുള്ള ദേവിമാർ
ദേവിമാർക്ക് എത്ര 1000 ഭാവങ്ങളുണ്ട് എന്ന് ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം 33 കോടി ദേവതകളുടെയും പഞ്ചഭൂതങ്ങളുടെയും പഞ്ചപ്രാണങ്ങളുടെയും അടങ്ങുന്ന മുഴുവൻ പ്രപഞ്ച ശക്തികളുടെയും ചൈതന്യം ഏകോപിപ്പിച്ചെടുത്തതാണ് പരാശക്തി. അപ്പോൾ അത് അവർണ്ണനീയമാണെന്ന് മാത്രമല്ല, നമുക്ക് ആരെക്കൊണ്ടും അത് വിശദീകരിച്ച് തീർക്കാൻ പറ്റത്തില്ല. അത്ര ശക്തിയുള്ള മഹാന്മാരാരും ലോകത്തില്ല. ആ അമ്മയിൽ നിന്ന് പ്രധാനമായി ഉരുത്തിരിഞ്ഞതാണ് ആദ്യത്തെ, അതായത് മണിദ്വീപത്തിലെ ചിന്താമണി ഗ്രഹത്തിൽ അനന്തകോടി സൂര്യപ്രഭയോടുകൂടി സദാ പ്രോജ്വലിക്കുന്ന ഒന്നാണ് ദേവി. ആ അമ്മയുടെ, അതായത് മണിദ്വീപം എന്ന് പറയുന്നത് കടമ്പ വൃക്ഷങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ദ്വീപെന്നാണ് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ, അതായത് ആദ്യത്തെ ഇരുമ്പ് കോട്ടയാണ്, അത് കഴിഞ്ഞ് ചെമ്പ് കൊണ്ടുള്ള കോട്ടയാണ്, അതും കഴിഞ്ഞ് വെള്ളി കൊണ്ടുള്ള കോട്ടയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് നവരത്നങ്ങൾ കൊണ്ടുള്ള കോട്ടയും കടന്ന് ആണ് ഈ അമ്മ കുടികൊള്ളുന്ന ചിന്താമണി ഗ്രഹത്തിലെത്തുന്നത്. ആ ചിന്താമണി ഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് തനി തങ്കം കൊണ്ടാണ്. ഏറ്റവും വില കൂടിയ നാഗരത്നങ്ങൾ പോലുള്ള രത്നങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അമ്മ കിടക്കുന്ന മഞ്ചം. അതിലാണ് അമ്മ ശയിക്കുന്നത്. ആ പരാശക്തി ചൈതന്യ രൂപിണിയാണ്. അവിടെ അമ്മയ്ക്ക് രൂപമില്ല. നോക്കുമ്പോൾ അനന്തകോടി സൂര്യന്മാർ ഒരുമിച്ച് ജ്വലിച്ചു നിൽക്കുന്നത് പോലെ ഒരു മഹാപ്രഭ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് നമ്മൾ പറയുന്ന 8 കൈകളോട്, 8 അല്ല 10 പറയണത്, 10ഉം 8ഉം കാണുന്നുണ്ട്, മഹാഗായത്രി. അപ്പം ഗായത്രി രൂപപ്പെട്ടു. അതിന് മണിദ്വീപത്തിലെ പ്രത്യേകത എന്ന് പറയണത്, ദേവി മഹാത്മ്യം 12ാം സ്കന്ധത്തിൽ പറയുന്നത്, അതിനകത്ത് ഏതെങ്കിലും ഒരു പുരുഷൻ മഹാദേവൻ തന്നെ ആവട്ടെ, ദേവാദിദേവനാണല്ലോ മഹാദേവൻ, അല്ലേ? സകല ദേവന്മാർക്കും ഉപരിയായ ശക്തിപ്രഭാവമുള്ള പരബ്രഹ്മ സ്വരൂപനാണ് മഹാദേവൻ. ആ മഹാദേവൻ പോലും മണിദ്വീപത്തിനകത്തേക്ക് കാൽ വെച്ചു കഴിഞ്ഞാൽ സ്ത്രീയായി രൂപപ്പെടും. അവിടെ പൗരുഷഭാവമില്ല, സ്ത്രൈണത മാത്രം. സ്ത്രൈണഭാവം മാത്രമേ ഉള്ളൂ. 33 കോടി ദേവതകളിൽ എത്ര ശക്തിയുള്ള, എത്ര മഹാപ്രഭാവമുള്ള ദേവനായാലും, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായാലും, അമ്മയെ കാണാൻ, അമ്മയുടെ ദർശനം കാംക്ഷിച്ച് മണിദ്വീപത്തിലേക്ക് കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ അവർ പുരുഷന്മാരാവും. അമ്മയെ കണ്ട് അനുഗ്രഹം നേടിയതിന് ശേഷം പോകാൻ സമയത്ത് മണിദ്വീപം എന്ന് പറയുന്ന ആ പ്രദേശം വിട്ട് കഴിയുമ്പോൾ പഴയ രീതിയിൽ അവർ പുരുഷന്മാരാവും. സാർ ഇതാ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതാണ് ദേവിയുടെ യഥാർത്ഥത്തിലുള്ള ഉത്ഭവം. അപ്പോൾ അമ്മ അനുഗ്രഹം കൊടുത്തു, ഇവരെല്ലാം പോയി ഇരിക്കട്ടെ, ഇനി അമ്മയിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. അപ്പം ചൈതന്യ രൂപിണിയാണെന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് ഗായത്രി രൂപപ്പെട്ടു. ഗായത്രിയിൽ നിന്ന് സാവിത്രി വന്നു. സാവിത്രിയിൽ നിന്നാണ് നമ്മൾ പറയുന്ന വേദങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കുന്ന മഹാസരസ്വതി വന്നു. ഇത് സത്യത്തിൽ ഗുണത്രയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരാശക്തി ഭാവം രൂപപ്പെട്ടിട്ടുള്ളത്. ഗുണത്രയങ്ങളെന്ന് പറയുന്നത് സത്വഗുണപ്രധാനം, രജോഗുണപ്രധാനം, തമോ ഗുണപ്രധാനം. തമോ ഗുണപ്രധാനമായി ശത്രു സംഹാര രൂപിണികളായിട്ട് രൂപപ്പെട്ട ദേവതമാരിൽ ഒന്നാണ്, ഏറ്റവും പ്രബല ദേവതയാണ് മഹാകാളി. ഈ മഹാകാളിയാണ് ശുംഭൻ, നിശുംഭൻ തുടങ്ങിയ അസുരന്മാരെ വധിച്ചതുകൊണ്ട് ആ ദേവിക്ക് ആണ് എന്ത് പറയുന്നത്, ചണ്ടമുണ്ടന്മാരെയും വധിച്ചല്ലോ. അതെ, ചണ്ടമുണ്ടന്മാരെയും വധിച്ചതുകൊണ്ട് മഹാകാളിക്കിട്ട പേരാണ് ചാമുണ്ഡി. നമ്മൾ കാര്യകാരണ സഹിതം തന്നെ മനസ്സിലാക്കണം, എങ്കിലേ ആ ദേവി ചൈതന്യം നമുക്കുണ്ടാവും. അപ്പോൾ ചാമുണ്ഡിയായി. ഇങ്ങനെ അനന്തകോടി ഭാവങ്ങളാണ്. ഉദാഹരണം സന്ധ്യാദേവി എന്ന് നമ്മൾ പറയുന്നത് ഒരു ദേവതയാണ്. നിദ്രാദേവത, തമോ ഗുണപ്രധാനമായ ഒരു ദേവതയാണ്. നമ്മുടെ കണ്ണിൽ ആ ദേവത തഴുകിയാലേ നമ്മൾ ഉറങ്ങും. പക്ഷേ അത് തമോ ഗുണപ്രധാനിയാണ്. അപ്പോൾ സത്വഗുണപ്രധാനമായ ദേവതയെക്കുറിച്ച് ദേവതമാരാരെന്ന് ചോദിച്ചാൽ, ഒന്ന് മഹാസരസ്വതി,
മറ്റൊന്ന് മഹാലക്ഷ്മി. വിദ്യയും ധനവും. അതെ, വിദ്യയും ധനവും ഇല്ലെങ്കിൽ പിന്നെ ലോകമില്ലല്ലോ. മറ്റൊന്നു കൂടി കൊടുക്കണം, കാമം. കാമമില്ലെങ്കിൽ സൃഷ്ടിയില്ല. അത് ദേവിയുമായി ബന്ധപ്പെട്ട ഒരു മഹാരഹസ്യമാണ്. ഒരു ഉദാഹരണത്തിന് പാർവതീ ദേവിയെ രക്ഷിക്കാൻ വേണ്ടി കാമദേവൻ ഭഗവാന്റെ മഹാദേവന്റെ നേർക്ക് 5 ശരങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പഞ്ചശരങ്ങൾ. ശരങ്ങൾ ചെയ്തപ്പോൾ ഭഗവാന് മനസ്സിലായി, തൻ്റെ തൃക്കണ്ണ് കൊണ്ടറിഞ്ഞു ഇതാരുടെ കളിയാണെന്ന്. ഭഗവാൻ തൃക്കണ്ണ് 3-ാം കണ്ണൊന്ന് തുറന്നു. എന്ത് സംഭവിച്ചു എന്ന് സാറിന് അറിയാമല്ലോ. കാമദേവൻ ചാരമായി തീർന്നു. കാമദേവൻ ചാരമായി തീർന്നപ്പോൾ അതിൻ്റെ ദോഷം മുഴുവൻ സംഭവിച്ചത് ത്രിലോകങ്ങളിലാണ്. സൃഷ്ടി സ്റ്റോപ്പായി. കാമമില്ലെങ്കിൽ സൃഷ്ടിയില്ലല്ലോ, അല്ലേ? അതെ, കാമമില്ലെങ്കിൽ സൃഷ്ടിയില്ല. ഇന്നത്തെ കാലത്ത് ഇത് പറയുമ്പോൾ ആളുകൾ പറയും അത് അശ്ലീലമാണെന്നാണ് പറയുന്നത്. അയ്യോ, പരമ പവിത്രമാണ് അത്. ഭീഷ്മാചാര്യ ശരശയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരോട് ഇത് ധർമ്മപുത്രർ ചോദിക്കുന്നുണ്ട്, കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, എന്താ ഈ ചോദ്യത്തിന് ഇങ്ങനെ ചോദിക്കുന്നത്, എന്താ അങ്ങേക്ക് അറിയാത്തതാണോ? സൃഷ്ടികർമ്മം തന്നെ. സൃഷ്ടികർമ്മം കാമമില്ലാതെ സൃഷ്ടിയില്ലല്ലോ. കാമം എന്ന വാക്കിന് ആളുകൾ കാണുന്ന മോശമായ അർത്ഥമൊന്നുമല്ല. അത് പരമപവിത്രമായ വേടാണത്, വാക്കാണത്. കാമം വരുന്നത് കളിയിൽ നിന്നാണ്. അതാണ് പറഞ്ഞത്, ദേവീപരമായ കൃതികൾ പഠിക്കുകയും അറിയുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവൻ, ചെയ്യാൻ അവസരം കിട്ടുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ പോരാ, മഹാഭാഗ്യവാൻ. കാരണം അവനെ തത്വം അറിയുന്നുള്ളൂ. ഇവിടെ സാധാരണക്കാർക്ക് കുപ്പി അടിച്ചുകൊണ്ട് കിടക്കണം, നമ്മൾ ആ വിഷയം എടുക്കണ്ട. അവരെങ്ങനെ ചിന്തിച്ചോ, നമ്മളെ പോലുള്ളവരുടെ ഒരു വിഷയമല്ല അത്. നമ്മൾ കാമദേവനെ ഭസ്മമാക്കിയ പരമേശ്വരൻ. അപ്പോൾ കാമദേവനെ ഭസ്മമാക്കി കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ ആർക്കും കാമവികാരമില്ലാതായി. സൃഷ്ടിക്ക് ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതായി. ജന്തുജീവജാലങ്ങൾക്ക്, മനുഷ്യർക്ക്, എല്ലാവർക്കും, ജന്തുജീവജാലങ്ങൾക്ക് ആർക്കുമില്ല. അങ്ങനെ പിന്നെ ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടി ചർച്ച ചെയ്ത് ആലോചിച്ച് ഇതിന് ശേഷമാണ് മഹാദേവനെ കൊണ്ടേ അത് പറ്റൂ. ചെയ്തത് മഹാദേവനാണല്ലോ. കാമദേവനെ ഭസ്മമാക്കിയത് മഹാദേവനായതുകൊണ്ട് ഭഗവാന്റെ പ്രീതി കൊണ്ട് മാത്രമേ സാധ്യമാവൂ. ഭഗവാനെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ ഇടയ്ക്കൊരു ഒരു സംഭവം കൂടി ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാമദേവൻ ഭസ്മമായി തീർന്നപ്പോൾ കാമദേവൻ്റെ ധർമ്മപത്നി ഉണ്ടല്ലോ, രതീദേവി അല്ലേ, അങ്ങനെയല്ലേ പേര്? ആ രതീദേവി പാർവതിയുടെ മുന്നിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞിട്ട്, ഭഗവതിക്ക് വേണ്ടിയല്ലേ, ദേവിക്ക് വേണ്ടിയല്ലേ എൻ്റെ ഭർത്താവിന് ഈ ഗതികേട് വന്നത്, അതുകൊണ്ട് ദേവി തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എന്ത് കൂടെ സംഭവിച്ചു, പരമശിവന് ദേവിയിൽ അനുരാഗം തോന്നി തുടങ്ങി. പാർവതിയുടെ തപസ് നിസ്സാര തപസ്സല്ലല്ലോ. ലോകത്തയ്യോ ഇത്രയും വലിയ തപസ് ഭഗവാനെ കിട്ടാൻ വേണ്ടി തപസ് ചെയ്തെന്ന് പറഞ്ഞാൽ പാർവതിക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ലല്ലോ. സാക്ഷാൽ പരാശക്തി തന്നെയാണ് പാർവതി. മഹാദേവൻ്റെ പത്നിയായത് കൊണ്ടല്ല പാർവതിക്ക് ആ മഹത്വം കൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ലക്ഷ്മി ദേവി വിഷ്ണുവിൻ്റെ പത്നി ആയതുകൊണ്ട് മാത്രമാണ് ആ പവർ ഉള്ളത്. സരസ്വതി ദേവി ബ്രഹ്മാവിനൊപ്പം ആയതുകൊണ്ടാണ് ആ പവർ ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ മഹാദേവൻ ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ അമ്മയുണ്ടല്ലോ. മഹാദേവന് മാത്രമേ അച്ഛനും അമ്മയും ഇല്ലാതെ ഉള്ളൂ, അല്ലേ? അപ്പം ആ അമ്മ തന്നെയല്ലേ പത്നിയായി വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയത് സാറിനോട് പറഞ്ഞത് ദേവി ഒന്നേ ഉള്ളൂ. ഈ 14 ലോകവും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. അമ്മ ചൈതന്യ രൂപിണിയാണ്. ഗുണത്രയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാവങ്ങൾ വ്യത്യാസം വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആ ഒരു വൈഭവം. ഒരേ ശക്തിയെ കൊണ്ട് പലതാക്കി വിവിധ ഭാവങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു, അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വളരെ രസകരവുമാണ്, ചിന്തോദ്ദീപകവുമാണ്. അങ്ങനെ 14 ലോകവും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് അമ്മ ചൈതന്യ രൂപിണിയാണ്. ഗുണത്രയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാവങ്ങൾ വ്യത്യാസം വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതാണ് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആ ഒരു വൈഭവം. ഒരേ ശക്തിയെ കൊണ്ട് പലതാക്കി വിവിധ ഭാവങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു, അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വളരെ രസകരവുമാണ്, ചിന്തോദ്ദീപകവുമാണ്. അങ്ങനെ
പാർവതിയെ ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പാർവതി തന്നെ ഭഗവാനോട് ഹേണപേക്ഷിച്ച് രതിദേവി, കാരണം ഭർത്താവില്ലാതെ ഒരുത്തി വിധവയായില്ലേ, വിധവയായതിന് കാരണം പാർവതിയല്ലേ. പാർവതിയെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ തൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു അഹിതമായ കർമ്മം, ഭഗവാൻ അഹിതമാണെങ്കിലും ലോകത്തിന് ഹിതകരമായ കർമ്മം ചെയ്തത്. അതെ അല്ലേ? അതെ. ഭഗവാൻ ഉണർന്നാൽ ലോകത്തിന് ഹിതമാണ്. ലോകം മുഴുവൻ ഐശ്വര്യ സമ്പന്നമാകും, ജീവജാലങ്ങളെല്ലാം സംതൃപ്തരാകും. ഭഗവാന്റെ ദൃഷ്ടിയിൽ കുറച്ചു നേരത്തേക്ക് മാത്രമാണ് കാമദേവൻ ചെയ്തത് ഒരു അഹിതകർമ്മമായി ഭഗവാൻ കണ്ടത്. നമ്മളൊരു വിഷയത്തെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൂടി പരിഗണിക്കണം. ദോഷം മാത്രം കാമദേവൻ മഹാദേവനോട് ക്രൂരത കാട്ടി, അല്ലെങ്കിൽ മോശമായ ഒരു കർമ്മം ചെയ്തു ഭഗവാനെ ഇളക്കി എന്ന് പറഞ്ഞാൽ പോരാ. കാമദേവൻ്റെ ആ കർമ്മത്തിൻ്റെ പിന്നിലുള്ള സതുദ്ദേശം കൂടി നമ്മൾ നോക്കണം, പരിഗണിക്കണം. അവിടെയാണ് ധർമ്മം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ പാർവതിക്ക് നിവൃത്തിയില്ലാതായി. രതീദേവിയുടെ കണ്ണുനീര്, തനിക്ക് വേണ്ടി കാമദേവൻ ചെയ്ത സാത്വികമായ കർമ്മം, സാത്വിക കർമ്മം എന്ന് കൊണ്ടല്ല അതിനെ പറയാൻ. അങ്ങനെ പാർവതീദേവി ഭഗവാനെ നിരന്തരം പ്രേരിപ്പിച്ചാണ് കാമദേവനെ പുനർജനിപ്പിച്ചത്.